ഹായ്, വെൽക്കം ടു അനദർ വ്ളോഗ്. സോ ഈ വ്ളോഗ് ആക്ച്വലി എനിക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗാണ്. അങ്ങനെ 5 മണിക്കാണ് പയ്യന്നൂരിൽ നിന്ന് വിട്ടത്. ബസ് രാത്രി ഫുഡിന് വേണ്ടി നിർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചാണ് ബസ്സിൽ കയറിയത്. അങ്ങനെ രാവിലെയായി നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് എത്തിയിരിക്കുന്ന. അപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം മഴയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പായി കണ്ടപ്പോൾ തന്നെ. ഇനി നമ്മൾ തമ്പാനൂർ സ്റ്റോപ്പിലായിരിക്കും ഇറങ്ങുക. അവിടെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഫ്രഷപ്പ് ആവാൻ പോവും. പിന്നെ അതിന് ശേഷമായിരിക്കും നമ്മുടെ വർക്ക് റിലേറ്റഡുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അങ്ങനെ നമ്മൾ തമ്പാനൂർ ഇറങ്ങിയ സ്റ്റോപ്പിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് വന്ന് പിന്നെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. ഫുഡ് നല്ലതായിരുന്നു. ഇതായിരുന്നു റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മൾ ഓട്ടോ പിടിച്ച് നേരെ പീറ്റേഴ്സ് ഇൻ എന്ന് പറഞ്ഞിട്ട് ടൗണിൽ തന്നെ ആയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ്. അവിടെയാണെങ്കിൽ ഡോർമെട്രിയും പിന്നെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 1 ഡേ മാത്രമായിട്ട് ട്രിവാൻഡ്രത്ത് വരുന്നവർക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളാണിത്. ഞാനിപ്പോൾ ചെയ്യുന്ന ലിപ് കോംബോ ആണെങ്കിൽ ഓൾറെഡി ഞാൻ ആ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട് ഷോർട്സിൽ. ഞാൻ താല്പര്യമുള്ളവർക്ക് അത് പോയി നോക്കാം. ഇത് ആക്ച്വലി ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ട്രാവൽ ചെയ്യും ഇങ്ങനെ ഡെയിലി ബേസിസിലാണെങ്കിൽ അങ്ങനെ അത്ര ഹെവി ആയി താല്പര്യമില്ലാത്തവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. ഇങ്ങനെ കുഞ്ഞു ബോട്ടിൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ സ്പ്രേ ക്യാരി ചെയ്യും, കാരണം അത് കൺവീനിയൻ്റ് ആണ് നമ്മളെ കയ്യിൽ വെക്കാൻ. അങ്ങനെ ഫ്രഷപ്പായി എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് സൂര്യ വന്ന്. അപ്പോൾ ആളെ കണ്ട് നമ്മൾ ഇറങ്ങിയാണ് ഇവിടുന്ന്. ഇതാണ് സ്ഥലം ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മെയിൻ വർക്ക് ചെയ്യാൻ വന്നത് അതിന് വേണ്ടിയിട്ട് പോയി. അതെല്ലാം കഴിഞ്ഞ് ഷോപ്പിങ്ങിന് പോകുന്നതാണ്, കാരണം എൻ്റെ ഫ്രണ്ടിന് കുറച്ച് സാരി വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ ഇത് കഴിഞ്ഞ് സൗത്ത് ലൂമിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ സൗത്ത് ലൂമിലെത്തി. ഇതാണ് അവരെ ഫസ്റ്റത്തെ ഷോപ്പ്. ഇവിടെ സാരി അല്ലാണ്ട് എല്ലാം അവൈലബിൾ ആണ്. അതായത് ജ്വല്ലറി, പിന്നെ കുർത്ത സെറ്റ്, ധാവണി, പിന്നെ ഓണം എല്ലാം അടുത്ത് വരുന്നത് കൊണ്ട് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് കുറേ ഉണ്ടായിരുന്നു. നമുക്ക് രണ്ടാൾക്കും സാരി വേണ്ടാത്തത് കൊണ്ട് നമ്മളങ്ങനെ ജ്വല്ലറി സൈഡ് ഇങ്ങനെ നോക്കിയിരുന്നത്. ഇങ്ങനെ ഉണ്ട് കളക്ഷൻസ്. പറയാണ്ടിരിക്കാൻ വയ്യ, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടി ആണ് അവരെ കളക്ഷൻസ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാന്ന് ഓണം കളക്ഷൻ നോക്കാൻ വേണ്ടി. ഇൻറ്റീരിയർ വർക്ക് ഈ ഷോപ്പിൻ്റെ കംപ്ലീറ്റ്ലി ജയ്പൂർ സ്റ്റൈൽ ഇൻസ്പയർഡ് ആണ്. അവരെ വാൾ പെയിൻറ്റിങ്ങും എല്ലാം. അങ്ങനെ അവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ ബില്ല് ചെയ്ത് ഇറങ്ങി. ജസ്റ്റ് അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഓർഡർ ചെയ്യാൻ നേരത്താന്ന് അവർ പറഞ്ഞത് 2 മെനുവേ ഉള്ളൂ, ഗ്യാസ് ഷോർട്ടേജ് കാരണം. അങ്ങനെ എപ്പോഴത്തെ പോലെയും ചിക്കൻ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്ത് അങ്ങനെ അത് കഴിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഫ്രണ്ടാ പറഞ്ഞ അടുത്ത് ഓബയോസിൻ്റെ ഷോപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് അവിടെയും കയറി നമുക്ക് പോവാം തിരിച്ചെന്നുള്ള പ്ലാനാക്കി. അങ്ങനെ അവിടുന്ന് ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ ബില്ല് ചെയ്ത് ഇറങ്ങി. ഇവിടുന്ന് നേരെ ഇറങ്ങി തമ്പാനൂരാണ് പോകുന്നത്. അപ്പോൾ 5:30 അവിടുന്ന് ബസ് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഫ്രണ്ടിനോട് ബായ് പറഞ്ഞ് നമ്മൾ ബസ് കയറി. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. പയ്യന്നൂർ എത്താനായിക്കൊണ്ട് വരികയാണ്. അവിടെ ഇറങ്ങി വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാനെൻ്റെ നാട്ടിലേക്ക് ബസ് കയറി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ഭാഗ്യത്തിന് നമുക്ക് ബസ് കിട്ടി ടൈമിന് തന്നെ. അങ്ങനെ പിന്നെ നാട്ടിലേക്ക് വിട്ടു. അങ്ങനെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വ്ളോഗായി വരുന്നവരെ ബൈ. പ്ലീസ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.